പ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട്ടെ മത്സരം അങ്ങ് ചൂടേറിക്കൊണ്ടിരിക്കുന്നു. കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. എന്നാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിഷാരടിയും ടീമോ കേരള ചരിത്രം ഇന്നേ വരെ കാണാത്ത രീതിയിൽ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണവുമായിട്ട് ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ് അവിടെ സൈബർ ആക്രമണത്തിലാണ് മുതിർന്നിരിക്കുന്നത്. കേട്ടാൽ അറക്കുന്ന തെറികൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ പാലക്കാട് പണിയെടുക്കുക. പരാജയ ഭീതി മുന്നിലെത്തിയിരിക്കുന്നു. കോൺഗ്രസിന് പരാജയം ഏകദേശം പിഷാരടിയും ടീമും ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നു, കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകളുടെ കേട്ടാലറിക്കുന്ന വ്യക്തിയെ ഹത്യ കൊണ്ടൊന്നും തളരുന്നയാളല്ല ഞാൻ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കൂ. എന്നിട്ട് അവർ തന്നെ കൃത്യമായിട്ട് അവർക്കെതിരെ വന്ന തെറിവിളികളുടെ സ്ക്രീൻഷോട്ടുകൾ അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തെ കമന്റാണ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ശോഭാ സുരേന്ദ്രന്റെ ജീവിതം ക്ലിയർ ആണോ? എത്രയോ പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ വെളിപ്പെടുത്താത്തത് കൊണ്ടല്ലേ? നിങ്ങൾ വെളിപ്പെടുത്തി എല്ലാവരുടെയും ജീവിതത്തിലും ഒളിച്ചു വെച്ചിരിക്കുകയാ. ഈ വെളിപ്പെടുത്തുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി സുഖിച്ച കാശിന് വേണ്ടി നടക്കുന്നവരാണ്. ഞാൻ ഈ അബ്ബാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ എന്താണോ എഴുതി വെച്ചത് അതേപോലെയാണ് വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനെതിരെ വന്നിട്ടുള്ള കമന്റാണ്. ഇവരൊക്കെ എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതിയിട്ടാവും ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നത്. അടുത്ത കമന്റാണ് യൂനുസി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇവൾ നല്ല വിളഞ്ഞ ഇഞ്ചി എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ തെറിവിളികൾ നടത്തുക. പരാജയ ഭീതി മുന്നിലെത്തിയിട്ട്. അടുത്ത കമന്റാണ് അഷ്റഫ് എന്ന് പറയുന്നിട്ടുള്ളൊരു ഡേഷ് കിടന്നു മെയ്കാതെ എന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള തെറിവിളികള്. അടുത്തതാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ. ഈ പുന്നാര മോളെങ്ങാൻ നിയമസഭയിലെത്തിയാൽ പിന്നെ അത് മീൻ മാർക്കറ്റ് പോലെയാകും. എത്ര ഇവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ നിയമസഭയിൽ? എനിക്ക് ഈ കമന്റ് ഇട്ട ആളോട് ചോദിക്കാനുള്ളതാ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, പരാജയ ഭീതി മുന്നിലെത്തിയിട്ട് കോൺഗ്രസ് അങ്ങേയറ്റത്തെ നെറികെട്ട ശൈലിയുമായിട്ട് രംഗത്തെത്തിയ അകലെ സുഡാപ്പികൾ കോൺഗ്രസ്സുകാരപ്പനോ തോളോട് തോള് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പരാജയ ഭീതി കണ്ടിട്ടല്ല ഇമ്മാതിരി തെറി വിളിക്കുക. അടുത്ത കമന്റാണ് ശോഭ ആരെങ്കിലും പീഡിപ്പിച്ചോ ഇല്ലെങ്കിൽ ഇങ്ങനെ കുരയ്ക്കരുത്. ശോഭയെ ആരെങ്കിലും പീഡിപ്പിച്ചോ ഇല്ലെങ്കിൽ ഇങ്ങനെ കുരയ്ക്കരുത്. എഴുതിയതുപോലെയാണ്. ഞാനത് വായിച്ച് അങ്ങ് പോവുകയാണ്. അടുത്ത കമന്റാണ് നാസി അഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നാണ്. പോടി എരണം കെട്ടവളെ എന്ന് പറയുന്നില്ല. അടുത്ത കമന്റാണ് റാഫി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നിന്റെ സംഘികൾ ശാഖയിൽ പണ്ട്. ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഇത്തരത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ തെറിവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കമന്റാണ് ഇസ്മായിൽ എന്നാണ് പേര്. ഇവൾ വാ തുറന്നാൽ. ഞാനത് ബാക്കിയും വായിക്കുന്നില്ല, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത കമന്റാണ് ഹസീന എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒന്ന് പോ ഡേഷ്. തോന്നിയതുപോലെയാണ്. ഒരു സ്ത്രീയാണ് വന്ന് കമന്റ് ഇടുന്നത് മറ്റൊരു സ്ത്രീക്കെതിരെ തോന്നിയതുപോലെ. ഉള്ളിന്റെ ഉള്ളിലെ വർഗീയത ഉയർത്തിപ്പിടിച്ചാൽ ഇത്തരം ആളുകൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത കമന്റാണ് ഫായിസ് മുഹമ്മദ് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അറബിയിലാണ് പ്രൊഫൈല് പോലും. ഇവിടെ ആരായിരിക്കല്ലോ അറബിയൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതിന്റെ കമന്റ് വന്നിട്ടുള്ളത് ചാണകം ശോഭിക്കുന്നു. അടുത്ത കമന്റാണ് മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ് ചിലക്കാതെ പോടി മഞ്ഞൾ. അതായത് പാലക്കാട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പച്ച തെറിവിളികൾ ശോഭാ സുരേന്ദ്രനെതിരെ നടത്തുക. ഇത് കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പാലക്കാട്ടെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ വികസന കാഴ്ചപ്പാട് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ച് അവിടെയുള്ള പുതുതലമുറയെ, അവിടെയുള്ള യുവാക്കൾക്ക്, അവിടെയുള്ള സ്ത്രീകൾക്ക്, അവിടെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക്, അവിടെയുള്ള കർഷകർക്ക്, അവിടെയുള്ള പ്രായമായ ആളുകൾക്ക്, അവിടെയുള്ള സകല ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഉറഞ്ഞതുള്ളി ശോഭാ സുരേന്ദ്രനെതിരെ
സുഡാപ്പികളും കോൺഗ്രസ് സൈബർ ഗുണ്ടകൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. ഉറഞ്ഞു തുള്ളി പരാജയം അവര് ഉറപ്പുവരുത്തി. കാരണം അത്രത്തോളം ജനങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിക്കഴിഞ്ഞു. അതിന്റെ വിരളി പിടിച്ച് ഒരു ഭാഗത്ത് സൈബർ ഗുണ്ടകൾ. ഇതിനൊക്കെ മറുപടി പാലക്കാട്ടെ ജനത കൊടുക്കണം. ഇതിനുള്ള ഒരു സ്ത്രീയെ, ഒരു വനിതയെ സൈബർ ഗുണ്ടകൾ ഇങ്ങനെ ഇത്തരത്തില് തെറി വിളിച്ചതിന് പാലക്കാട്ടെ ജനത മറുപടി കൊടുക്കണം. പിഷാരടിക്ക് തന്നെ ഇതിന്റെ മറുപടി കൊടുത്ത് ഈ പറയുന്ന പിഷാരടിയെ പാലക്കാട്ട് നിന്ന് ഓടിക്കണം, തോൽപ്പിക്കണം. അവിടെ അതിലൊരു തർക്കം വേണ്ട. ഈ പിഷാരടിയൊക്കെ അവിടെ ജയിച്ചിട്ട് മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് മാത്രമാണ് പറയുന്നത്. അതേ സമയത്ത് ശോഭാ സുരേന്ദ്രൻ പറയുന്നു സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന്. അവിടെ സുരേഷ് ഗോപി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്നാന്തരം പ്രസംഗം നടത്തുന്നുണ്ട്. ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ നോട്ടു. വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആയിരിക്കില്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി ആയിരിക്കില്ല, ഈ മണ്ണിന് വേണ്ടി, ഞാൻ എന്റെ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്. നിങ്ങൾ കേട്ടില്ലേ, മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യാനാ സുരേഷ് ഗോപി എത്തിയിട്ട് കൃത്യമായിട്ട് പാലക്കാട്ടെ ജനതയോട് പറയുന്നത്. സുരേഷ് ഗോപി കൃത്യമായിട്ട് തൃശ്ശൂരിൽ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞു. തൃശ്ശൂരിലെ ജനത വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതിന്റെ ഗുണം കേരളത്തിലുടനീളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും വിജയിപ്പിക്കാൻ സുരേഷ് ഗോപിയൊക്കെ എത്തുന്ന സ്ഥലത്ത് വലിയ ജനാവലിയാണ്. പാലക്കാട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര റിസൾട്ട് തന്നെയായിരിക്കും. ഒരു തർക്കം അവർക്ക് വേണ്ട. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് നിന്ന് വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഏതെങ്കിലും ഒരു ശോഭയല്ല. പാലക്കാട്ടെ BJPയെ കേരളത്തിലുടനീളം ഇക്കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള, അതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രനാ അവിടെ മത്സരിക്കുന്നത്. 2016 മുതലാ ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തെ കുറിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും ഒരു വാർത്ത വരൽ പോലും തുടങ്ങിയത്. അത് ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാം സ്ഥാനത്തേക്ക് BJP എത്തിച്ചത് മുതലാ. ആ ശോഭാ സുരേന്ദ്രന്റെ ഇത്തവണത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒന്നാമതെത്തുക എന്നുള്ളതാ. അത് പാലക്കാട്ടെ ജനത എത്തിക്കോ. 1ഉം 2ഉം കേസുകളാണ് കോൺഗ്രസിനെതിരെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബോധമുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അതേ കോൺഗ്രസ് സൈബർ ഗുണ്ടകളെ കൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ പച്ചത്തറി വിളിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നില്ല. ഇതൊക്കെ കാണുന്ന പാലക്കാട്ടെ ജനത ഒരിക്കലും പിഷാരടിയെ ജയിപ്പിക്കാൻ പോകുന്നില്ല. മറിച്ച് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന, യുവാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, പുതുതലമുറയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ടെ ജനത തിരഞ്ഞെടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.